സാമ്പത്തികപരമായി ഇവരെ ചൂഷണം ചെയ്തിരുന്നെന്നുള്ള വിവരങ്ങളുണ്ട്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പല സാധനങ്ങളും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പോലും രാഹുൽ എൻ്റെ കയ്യിൽ പൈസയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെരുപ്പ് വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനൊക്കെ ഇവരിൽ നിന്ന് പണം വാങ്ങുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച് അത്തരത്തിൽ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാരൊക്കെയാണ് ഇതിനുവേണ്ടി രാഹുലിന് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ കളക്ട് ചെയ്യുന്ന നടപടികളിലേക്കാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ കേസിൽ യാതൊരു കാരണവശാലും രാഹുലിന് ജാമ്യം ലഭിക്കരുത്, രാഹുലിനെ പൂട്ടണം എന്ന ഒരു കടുത്ത നിലപാടാണ് പോലീസിനുള്ളത്. കാരണം ആദ്യ 2 കേസുകളിലും രാഹുൽ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അവസാനം കോടതികളിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് കിട്ടിയതിന് ശേഷമാണ് രാഹുൽ നടപടികളുമായി അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിലേക്ക് നേരിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കോടതി ഉത്തരവ് അനുകൂലമാകുന്നതുവരെയുള്ള നടപടികളിലേക്കാണ് രാഹുൽ പോയിരുന്നത്. പക്ഷേ ഈ കേസിൽ രാഹുലിന് അതിനുള്ള ഒരു സാധ്യത പോലും, ഒരു സമയം പോലും കൊടുക്കാതെയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് വളരെ വേഗത്തിൽ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഈ കേസിൽ മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ രാഹുലിനെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യും. ഇപ്പോൾ പ്രവർത്തകരുടെ എണ്ണം, രാഹുലിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് പോലീസിനെയും കൂടുതലായി വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാവിലെ കോടതിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് പ്രവർത്തകരുടെ എണ്ണം കൂടി വന്നപ്പോൾ അവർ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും കോടതിക്ക് പുറത്ത് പോലീസ് ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ രാഹുലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതോടൊപ്പം തന്നെ അതിജീവിത, നേരത്തെ ആദ്യത്തെ കേസിൽ അതിജീവിത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ആ കുറിപ്പുള്ള ഫ്ലെക്സ് ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിജീവിതമാർക്ക് അവർക്ക് പിന്തുണയുമായിട്ടാണ് DYFI പ്രവർത്തകർ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്യുന്നത്. രാഹുൽ കോഴിയുടെ ചിത്രമുള്ള ഹൂ കെയർസ്, രാഹുലിൻ്റെ അന്ന് മാധ്യമങ്ങളോട് ചോദിച്ചതാണ്. ആവർത്തിച്ച് പരാതി വരുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്ന സമയത്ത് രാഹുലിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഹുലിന് ഒരു ചോദിക്കുന്നുണ്ടോ ഹൂ കെയർസ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നീട് രാഹുലിനെതിരെ അറസ്റ്റ് വരുമ്പോൾ അതിജീവിതമാരെ വി കെയർസ് എന്ന് സമൂഹം മുഴുവൻ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ സമൂഹം മുഴുവൻ അത്തരത്തിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹൂ കെയർസ് എന്ന രാഹുലിൻ്റെയും വി കെയർസ് എന്ന് അതിജീവിതയെ ചേർത്ത് നിർത്തുന്ന ആ പൊതുജനങ്ങളുടെയും അവർക്ക് അതിജീവിതയ്ക്ക് പിന്തുണ നൽകുന്ന അത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും പുറത്തിറങ്ങുമ്പോഴും രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാത്തു നിൽക്കുകയാണ് DYFIയുടെ ഒക്കെ CPM-ന്റെ ഒക്കെ പ്രവർത്തകർ. കൂടുതൽ പോലീസുകാരെയും അവിടെ വിന്യസിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ഇവിടെ നിന്ന് മാത്രമല്ല, ഇനി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആയിരിക്കും രാഹുലിനെ ഹോട്ടലിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത്. കാരണം വളരെ വേഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടേക്ക് കൂടുതൽ പ്രവർത്തകർ വരികയും അവരെ നിയന്ത്രിക്കുന്നതിന് പോലീസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത് പ്രതീക്ഷിക്കുകയും വരുന്നു. അതുകൊണ്ട് ഇത്തരം നടപടികളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ശ്രമിക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും കസ്റ്റഡി അപേക്ഷ ഇതുവരെയും പരിഗണിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കോടതി മുറിക്കകത്ത് രാഹുൽ അഭിഭാഷകനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോടതി മുറിക്കുള്ളിൽ പുറത്തെ പ്രതിഷേധ സ്വരങ്ങളടക്കം കേൾക്കാം എന്ന് ലിജോ റോളൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശരി സിജോ, നോക്കൂ, ഇതിപ്പോൾ 3ാമത്തെ പരാതിയിലാണല്ലോ, പീഡന പരാതിയിലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ 2 പരാതികൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കോടതിയിൽ നിന്നുള്ളൊരു ആനുകൂല്യം, ഒന്നിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ നോ അറസ്റ്റ് ഉത്തരവ് കൂടി ഉണ്ടായിരുന്നു. ആ 2 അന്വേഷണവും എന്തായി? അത് പ്രത്യേക സംഘം വേറെ തന്നെ ആയിട്ടല്ലേ അന്വേഷിക്കുന്നത്? ഈ 3 കേസുകളുടെയും അന്വേഷണത്തിന്റെ ചുമതല ഇപ്പോഴെന്ന് പറയുന്നത് AG പൂങ്കോടിലേക്കാണുള്ളത്. 1 മാസത്തിനകം ഈ കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കുക, അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രാഹുലിനെതിരെ
കുറ്റപത്രം സമർപ്പിച്ച് രാഹുലിന് ഈ നിയമ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരിക, രാഹുലിനെ കൂട്ടുക എന്ന ഒരു പ്ലാനാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് മറ്റ് 2 കേസുകളിലും അന്വേഷണം വളരെ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ രാഹുലിന്റെ അറസ്റ്റ് മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിക്കാത്തതെന്ന് പറയുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും രാഹുലിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. കാരണം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്, ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് സർക്കാർ, പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം രാഹുലിന്റെ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയേണ്ടതുണ്ട്. ഈ കേസിൽ രാഹുൽ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു വിവരം സ്വാഭാവികമായും കോടതിയെ അറിയിക്കും. അത് അടുത്ത തവണ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ അത് സംബന്ധിച്ച വാദം കേൾക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വാദമായി പ്രോസിക്യൂഷന് ഉന്നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കാരണം 2 കേസുകൾ മാത്രമല്ല, അത് മറ്റൊരു അതിജീവിത കൂടിയുണ്ട്. മറ്റൊരു യുവതിയെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളൊരു വാദം കോടതിയിൽ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്.